ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നോക്കി ഞാൻ മാറ്റി നല്ല മോളായി. ഇനി ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ജമാ മസ്ജിദ് പോവാണ്. ഞങ്ങൾ സാധാരണ നോമ്പ് തുറക്കാൻ റോഷന്റെ വീട്ടിൽ നിന്നാണ് കുക്ക് ചെയ്യല്. റോഷന്റെ വീട്ടിൽ ഓനക്കാക്ക പിന്നെ ഷദീദ് നമ്മൾ നാലാളും കൂടെയാണ് കുക്ക് ചെയ്യല്. പക്ഷെ ഇന്ന് റോഷന് പള്ളിക്ക് എന്നാണ് നോമ്പ് തുറക്കണം പറഞ്ഞുകൊണ്ട് ഓനാണ് മെയിൻ ഷെഫ്. അപ്പോൾ ഓനൊന്നുമില്ല. അപ്പം എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു ഷവർമ പോലെ കുനാഫ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ പുതിയായിട്ട് ഞാൻ എന്നാ ഉണ്ടാക്കാന്നൊക്കെ കരുതിയിട്ട് നിൽക്കുന്നു. പക്ഷേ നോയില്ലാത്തതുകൊണ്ട് പിന്നെ കരുതി വേണ്ടാന്ന്. അപ്പം ഞാനും ഷദീദും കൂടെ ഇന്ന് ജമാ മസ്ജിദക്ക് നോമ്പ് തുറക്കാൻ പോവാണ്. അപ്പം ഞാൻ മാറ്റി ഇതിൻ്റെ പെരുന്നാക്ക് ഞാനിവിടെ ഒരു ജൻപത്ത് നമ്മൾ നാട്ടിൽ നിന്ന് എല്ലാവരും വരുമ്പോൾ സരോജിനി പോലെ, സരോജിനി ഭയങ്കര ചീപ്പാണ് ശരിയാണ്. പക്ഷെ ജൻപത്ത് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട് അവിടെ, നല്ല രസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ മാരത്തെ ഡ്രസ്സുകൾ തന്നെ. പക്ഷേ നാട്ടിൽ കിട്ടും, ഒബ്വിയസ്ലി നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ചീപ്പായിട്ട് ലൈക്ക് ഇതിന് ഈ ഡ്രസ്സിന് 400 രൂപ, അങ്ങനെ 400-500 രൂപക്കൊക്കെ നല്ല ഇതിനെന്താ പറയുക, ഫ്രോക്ക് എന്നാ പറയുക, അങ്ങനത്തെ ഡ്രസ്സാണ് ഉണ്ടാവില്ല. ഇങ്ങനെ ഡ്രസ്സ് വലുത് നീളമുള്ള ഗൗൺ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തതും കുറേ കിട്ടും. ജീൻസ് പാൻറ്റും ഒക്കെ 500 രൂപക്കും. അങ്ങനെ നല്ല 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 സ്റ്റാൻഡേർഡ് സാധനങ്ങൾ. സരോജിനിയിൽ നല്ല വിലക്കുറവായിക്കാരം, പക്ഷെ അത്ര ക്വാളിറ്റി ഒന്നും അത്ര ഉണ്ടാകൂല. ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെറിയ പൈസ അല്ല കുറച്ച് പൈസ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ. അപ്പോൾ ഞാൻ പെരുന്നാൾ കുറച്ചൊക്കെ നല്ല ഡ്രസ്സ് വേണം തോന്നുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് എടുക്കല. അപ്പോൾ ഞാൻ ഇന്ന് അവിടുന്ന് ഇങ്ങനെ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യാൻ എനിക്ക് കാണിച്ചു തരാൻ ആരുമില്ല. ഇങ്ങനെ ഒരു ഡ്രസ്സ്, പിന്നെ ഒരു ജംപ് സൂട്ട് എടുത്തുക്കണം. ജംപ് സൂട്ടേ പെരുന്നാക്കിടും. ഇത് ഞാനിപ്പോൾ ഇട്ടും. ഇതാളൊക്കെ ഞാൻ അവിടുന്ന് മേടിച്ചതാ. ഈ ബ്രേസ്ലെറ്റ് 2 കേട്ടോ. സാധാരണ ഞാൻ അങ്ങനെ മേടിക്കലില്ല. ഞാൻ ട്രിപ്പ് പോകുമ്പോൾ അങ്ങനെ മേടിക്കും. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇപ്പോൾ കുറേ കാലമായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊടുക്കും, അതേമാതിരി ഇങ്ങനെ കിട്ടും. പക്ഷെ ഇത് പ്രാവശ്യം അവിടെ പോയേക്ക് നല്ല സെറ്റ് കണ്ടേക്ക് ഞാൻ അവിടുന്ന് മേടിച്ചതാ. കൊയങ്ങി. അപ്പോൾ ഷദീദ് ഉറങ്ങുകയാണ് എപ്പോഴും നീച്ചിട്ടില്ല. അപ്പം എത്ര സമയം 4:15 ആവാനായി. ഇനിയിപ്പോൾ ഓനെ പോയിട്ട് വിളിക്കണം. എന്നിട്ട് ഓനെയും പെറുക്കിയിട്ട് ജമാ മസ്ജിദ് പോകണം. ഇനി ചെല്ലുമ്പോൾ ലേറ്റ് ആവുകൊണ്ട് ജമാ മസ്ജിദിൻ്റെ ഉള്ളിൽ കയറ്റുക. അങ്ങോട്ട് വൈകുന്നേരം വരുള്ളൂ കയറ്റുക. പെൺകുട്ടികളെ കേട്ടോ, ആണുങ്ങളെ കയറ്റും. സോ സ്റ്റുപ്പിഡ് പീപ്പിൾ. അപ്പം എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ മെയിൻ ഉദ്ദേശം പോയിട്ട് തിന്നണം. അപ്പോൾ പോയിട്ട് തിന്നണം. പൈസ ഒന്നുമില്ല, ആകെ 200 രൂപ എൻ്റെ അടുത്തുള്ളത്. ഓൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലാതാ പറഞ്ഞേ. ഇനി എവിടുന്നേലൊക്കെ ഉപയോഗിക്കാറ് നോക്കട്ടെ. എന്നാലും പോട്ടെ. ഒരു അരമണിക്കൂറായി ഷദീദിനെ കൊണ്ടുവരാൻ വന്നിട്ട്. അതിലൊരു 15 മിനിറ്റ് നീക്കാനെടുത്തു. 15 മിനിറ്റായോ മാറ്റം കയറിയിട്ട് ഓനിപ്പോഴും ഇറങ്ങിയിട്ടില്ല. സാഡ്. ഷദീദിനെ വ്ളോഗ് എടുക്കാം. അത്ര കണ്ടാൽ മതി. ഇതൊക്കെ സാധാരണ യൂട്യൂബ് ചാനലുള്ളവരെ ഫ്രണ്ട്സൊക്കെ വ്ളോഗിൽ വരൂലേ. ഇതിനൊക്കെ ഉണ്ട് ഒരു ഷദീദും റോഷനും ഉണ്ട്. ഒന്നിനും പറ്റൂല, 2 എണ്ണത്തിനും ഇൻട്രോവേർട്ട്. ഇവരൊന്നിനും വരൂല. പിന്നെ എങ്ങനെയാ സക്സസ്ഫുൾ ആവുക? ഇങ്ങനത്തെ ഫ്രണ്ട്സ് അല്ലേ ഉള്ളേ. എടാ വാടാ, നമുക്കുണ്ടല്ലോ ഇവർ രണ്ടാളി കൺവിൻസ് ചെയ്തിട്ട് ഹൂ നോസ് ബി ബെറ്റർ വീഡിയോ ഒക്കെ എടുക്കണം അല്ലേ ഷദീദ്? അതൊക്കെ വരും കേട്ടോ. കണ്ടവരെ രണ്ടാളി ഞാൻ കൺവിൻസ് ചെയ്തിട്ട് നമ്മൾ അതൊക്കെ യൂട്യൂബ് ബ്ലോഗിലാണ് നമ്മള് ജമാ മസ്ജിദിൽ പോകുന്നത്. നേരത്തെ ഞാൻ പണ്ട് അപ്പൊ നമുക്ക് പോകാൻ നമ്മള് ബസ്സിനാണ് പോണത്. ഇവനൊരു ബസ്സിന്റെ ആളാണ്. ഇതിലെ ബസ് നാട്ടിലത്തെ ബസ്സുമാരാണ്. നല്ല സെറ്റപ്പ് ബസ്സാണ്. എന്താണ് നാട്ടിൽ നമുക്ക് പൈസ ഒക്കെ കൊടുക്കണ്ട. ഇവിടെ പെൺകുട്ടികൾക്ക് പൈസ കൊടുക്കണ്ട. ഈ പാസ് ഇവിടെ കയറുമ്പോൾ പയ്യെടുക്കണ്ട, പയ്യനെടുത്ത് പാസ് എടുത്താൽ മതി. പക്ഷെ ആണുങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം. ഇവർക്കൊരു ആപ്പൊക്കെ ഉണ്ട്. അവിടെ ആപ്പ് കാണിക്കണം. ഇങ്ങനൊരു ആപ്പിൽ എന്തൊരു ആപ്പിൽ അതൊന്നും അറിയണ്ട. ആ പയ്യിലെടുക്കണം, അത്രേ ഉള്ളൂ. അതേമാതിരി ഇതിൽ നമ്മൾ ട്രെയിനിൽ TTR ഒക്കെ കയറിയിട്ട് ടിക്കറ്റ് ഉണ്ടൊക്കെ ചെക്കില്ല. അതേമാതിരി ഇവിടുന്ന് ചില സ്റ്റോപ്പുകളിൽ നിന്ന് റാൻഡം ആയിട്ട് ഒരു ടീം കയറും. എന്നിട്ട് നമ്മളടുത്ത് ഈ ടിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ 150 രൂപ. എത്ര രൂപ? 200 രൂപ ഫൈൻ അടക്കണം. ഇവൻ എന്തെങ്കിലും കൂടെ പിടിച്ചു. ടിക്കറ്റ് ഒന്നും ഇല്ലാണ്ട് കള്ളവണ്ടി കയറി. അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാല് പിന്നെന്താന്ന് വെച്ചാല് നമ്മളെ നാട്ടിലൊക്കെ കണ്ടക്ടർമാര് വന്നൊന്ന് ടിക്കറ്റ് എടുക്കൂലേ, ടിക്കറ്റ് മുറിപ്പിക്കൂലേ. ഇതങ്ങനെ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് എന്താണ്, കണ്ടക്ടർ എന്താ രാജാക്കന്മാരെ പോലെ ഇങ്ങനെ ബാക്കിലാണെങ്കിൽ അങ്ങോട്ട് നോക്കി പറയാം. അവിടെ കാണുന്നില്ല, അതാണ് നമ്മളാണ്. അവിടെ ഇങ്ങനെ ഇരിക്കും. ഒരു വന്ന് നോക്കൂ ഇതാക്കൊന്നുമില്ല. വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് എടുക്കണ്ട. അവരിങ്ങനെ എടുക്കുക ഇതാക്കുന്നൊന്നും പറയൊന്നുമില്ല. യെസ്.
ഇനി റോഷൻ ഇതേപോലെ ഞാൻ സംസാരിപ്പിക്കും. ഇന്ന് പിന്നെ സെറ്റ് യൂട്യൂബ് ചാനൽ ഓൺ. നമ്മള് ജമാ മസ്ജിദ് എത്തി. അവിടെ കാണുന്നതാണ് ജമാ മസ്ജിദ്. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. നോക്ക് എന്ത് സൗണ്ടാ നോക്ക്. റോട്ടിൽ കുട്ടി എന്തൊക്കെ കാണിക്കുന്നത്. ആ ഗൈസ്, ബൈ ദ വേ എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത്ര പൈസ പറയല്ല, പക്ഷെ കുറെ പൈസ ഉണ്ട്. ആദ്യമായിട്ടാണ് കോളേജിൽ വന്നിട്ട് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടണം. പിന്നെ അവര് പൈസക്കാരിയായി. ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടിന്ന് അഫീദല്ല കേട്ടോ. അപ്പൊ അവന് പൈസക്കാരി അഫീദ്. പക്ഷെ ഞാൻ നല്ല മോളാണ്. ഞാനൊക്കെ എന്റെ പാക്കും കൊടുക്കും. യുനോ ഒരു ചമ്മൊന്നും കണ്ടു, ഒരു ഇന്നെ കണ്ടാ മതി. മസ്ജിദ് കാണിച്ചു തരാം കേട്ടോ. അതാണ് ജമാ മസ്ജിദ്. അതിന്റെ മിനാരത്തിന്റെ മേലെ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണെന്ന് കേട്ടോളൂ. പക്ഷെ അതിനായിട്ട് കയറിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കയറണം. ഇന്നത്തെ വ്ളോഗില് ജമാ മസ്ജിദിലെ എന്റെ ഫേവറേറ്റ് സ്പോട്ടാള് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ പറയണ കേൾക്കുണ്ടാവും അറിയില്ല. പക്ഷെ അവിടെ കുറച്ച് അടിപൊളി സ്പോട്ടാളുണ്ട്. അപ്പൊ അങ്ങനത്തൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ അങ്ങനെ കണ്ടോ വലിയ ചിക്കൻ പീസൊക്കെ കാണും. പക്ഷെ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടില്ല. കബാബും പല കബാബും കണ്ടോ. നല്ല രസമുണ്ടല്ലേ. നോക്ക്, അതൊക്കെ നോക്കുന്ന രസമാണ്. എന്താ ജമാ മസ്ജിദ്. ആ ഇവിടെ ഫോണ് നോക്കണം കേട്ടോ. ഫോണൊക്കെ ഇടും പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ടിനെ തന്നെ രണ്ട് പ്രാവശ്യം ഫോൺ ഇവിടുന്ന് തന്നെ പോയിക്കോണു. ഒരു പ്രാവശ്യം പോയി ഇവിടെ പുതിയ മേടിച്ചു. പിന്നെയും വീണ്ടും ഇങ്ങോട്ട് വന്നേക്ക് വീണ്ടും പോയി. അയ്യോ സോറി ഭയ്യ. ഇത് നോക്ക്, ആടിന്റെ കാലൊക്കെ നോക്ക്. ഇവിടെ ആടിന്റെ തല. അതെന്താ, അത് ഒറിജിനൽ, അത് പ്ലാസ്റ്റിക്. ഭയ്യ वो क्या है? क्या ലിവർ है? किसका? ബക്കറി. ആടിന്റെ ലിവറാണ്. ഹായ്, നല്ല രസമുണ്ടല്ലേ. പക്ഷെ ഫുള്ള് സൗണ്ടാ. ഇത് പല്ല് തേക്കണല്ലേ. ഇത് കുറച്ച് നിങ്ങൾ കുറച്ച് ജമാ മസ്ജിദ് വിഷ്വൽസ് കണ്ടോളി. ഇങ്ങനെ കേട്ടോ ജമാ മസ്ജിദ് കാണാൻ നല്ല സുന്ദരി കുട്ടികളൊക്കെ ഉണ്ടാവും, ഷാളൊക്കെ ഇട്ടിട്ട്. ഇതാണ് ഫുഡിന്റെ, ഇതല്ലടാ, ഇതാണ് ഫുഡിന്റെ സ്ട്രീറ്റ്. ഓക്കെ, ഇതിന്റെ ഓപ്പോസിറ്റ് ഓനൊരു ഫ്രൂട്ട്സ്. ഓനക്ക് എന്താണ് എന്നും നോമ്പ് തുറക്കുമ്പോ ഫ്രൂട്ട്സ് വേണം. അപ്പൊ ഓനത് തപ്പി നടക്കാം. 100 രൂപക്ക് 4 ബോക്സ് കിട്ടും പോലും. ഇതാട്ടോ ഇങ്ങോട്ടാട്ടോ നിങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വരണ്ട. ഈ സ്ട്രീറ്റിലാണ് എല്ലാതും ഉള്ളത്. മറ്റേ ബട്ടർ ചിക്കൻ കേട്ടോ, ബട്ടർ ചിക്കനും പിന്നെ അങ്ങനെ ഖുറൈശി കബാബ് വേറെ സ്ഥലത്തുള്ളതോട് ഞാൻ കാണിച്ചു തരാം. പിന്നെ മൊഹബത്ത് ക സർബത്ത്, ഷാഹി തുക്കട, പിന്നെ എന്തേന്നു, പിന്നെ മറ്റൊരാളിലെ ഒരു വെല്ലിപ്പെരിക്കൂല, ആളെ പേരൊക്കെ ഇപ്പോൾ ഓർമ്മയില്ല. അയാളൊക്കെ അതൊക്കെ ഇവിടെ തന്നെയാണ്. അതെ. ഇവിടെ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കി നോക്കാം. ഇതൊക്കെ എന്താണ്? ഇതെന്തോ വെറൈറ്റി സാധനം. ഇതെന്താ ഭയ്യ? ये क्या है? ദഹിവട. ഓ തൈരാണത്, ദഹിവട ആണത്. ഹായ് പോലെ ഭയ്യ. ഭയ്യ ടെറാറാണ്. അമ്മേ തോടാ ഹസോ ഭയ്യ. आप हंसो. ठीक हो भैया, बढ़िया भैया. आगे आएगा भैया, आएगा. അയ്യോ വിടണില്ലല്ലോ. അവരെന്തൊക്കെ പറയുന്നുണ്ട്. ആയേഗ ഭയ്യ, ബൈ ബൈ. ഭയ്യ സംസാരിക്കട്ടെ, നമുക്ക് പോകാം. അയ്യോ ഷദീദ് അവിടെ പോയി. അതവിടെ പള്ളി. അമ്മേ അവിടെ എന്തൊക്കെ നടക്കണ്ട. നമുക്ക് ഷദീദിനെ മിസ്സായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് കഴിച്ചിട്ടാണ് നോമ്പറഞ്ഞത്. ഇതാണ് ജമാ മസ്ജിദിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അസ്ലം ചിക്കൻ. ഇവിടുത്തെ ബട്ടർ ചിക്കൻ സീൻ ടേസ്റ്റാണ്. പിന്നെ ഇതാണ് ഹാജി മുഹമ്മദ് ഹുസൈൻ്റെ ഹുസൈൻ എന്നൊക്കെ പറയുമ്പോൾ ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കണമാരുടെ. പക്ഷേ ഇതാണ് ഈ വലിപ്പോൾ ഭയങ്കര ഫേമസ് വലിപ്പാണ് അയാൾ. ഈ ചിക്കൻ സത്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഒക്കെ എന്തോ ഭയങ്കര ഓവർ മറ്റേ ഹൈബ്ഡായ മാതിരി തോന്നുന്നുണ്ട്. പക്ഷെ ഇന്നെന്തോ ഇത് കഴിക്കാനൊരു പൂതിയുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇവിടുന്നാണ് കഴിക്കണത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുഹബത്ത് കസർബത്തും ഷാഹി ടുക്കടയും ഇതൊക്കെ കഴിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് ഇത് 2 ഗ്ലാസ് ഓരോരുത്തർ കൊടുക്കണേന് അങ്ങനെ 1 ഗ്ലാസ് ഷെയർ ചെയ്യും. അതാകുമ്പോൾ നമ്മൾ വയറ് നിറഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാതായാലോ.
എല്ലാവരും വെറൈറ്റി ഒരു സാധനം കഴിക്കണം കണ്ടു. അഫ്ഗാനി ചിക്കൻ സമൂസ. അപ്പം നമുക്കും അത് വേണം തോന്നി. നോക്ക് നല്ല ഭംഗിയില്ലേ. അപ്പം നമ്മൾ ആദ്യം അത് കഴിക്കണം. ഫുൾ ചിക്കൻ. ഇവിടെ എല്ലായിടത്തും മൊത്തം ചിക്കനാണ്. This thing is actually nice, lah. ഇതോ അഫ്ഗാനി സമൂസ പറഞ്ഞൊരു ഷോപ്പ് തന്നെ ഇവിടെ ഉണ്ട്. അത് അപ്പോഴാണ് കണ്ടത്. അഫ്ഗാൻ സമൂസ. നാളെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പേരെന്തിന്നടാ? ഹാജിന്റെ ചിക്കൻ. ഹാജി അലീസ് ഹാജി അലി ഒന്നല്ല, ഹാജി മുഹമ്മദിന്റെ ചിക്കൻ. ഇതിങ്ങനെ കുറെ മസാല ഒക്കെ ഇട്ടിട്ട് ഇത് ഇങ്ങനത്തെ ഒക്കെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ്. ഇതെന്താ ഭയങ്കര ഒരു പുളിയൊക്കെ ഉള്ള ഒരു സാധനം. നല്ല ടേസ്റ്റാണ്. പുളിങ്ങൻ്റെ ഒക്കെ വെള്ളം മതി. പിന്നെ അവിടെ വൃത്തിൻ്റെ അത്ര ഭയങ്കര വൃത്തിയൊന്നുള്ള സ്ഥലമൊന്നുമല്ല, പക്ഷെ കുഴപ്പമില്ല. എന്താ ഇവിടെ ഹാഫ് ആട്ടോ, മിനിമം ഹാഫ് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ക്യാഷും കയ്യിൽ വേണം. ഓൺലൈൻ പേയ്മെൻറ്റും നടക്കൂല. ഞങ്ങൾക്ക് ക്വാർട്ടർ കഴിച്ചിട്ട് ബാക്കി അസ്ലം ചിക്കൻ ഒരു ക്വാർട്ടർ കഴിക്കാനേ ഒന്ന് പൂതി. പക്ഷേ ക്വാർട്ടർ കഴിക്കണമെങ്കിൽ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. അപ്പം നമ്മളങ്ങനെ കേട്ട് വന്നു. ഭയ്യ അപ്പം നമുക്ക് തിന്നാം. ഈ ഫുഡിൻ്റെ ഒക്കെ വ്ളോഗാകുമ്പോൾ നമ്മൾ തിന്നണമൊക്കെ ഒന്ന് കാണിക്കണ്ടേ. അതൊക്കെ അതിൻ്റെ ഒരു ഇതാണല്ലോ. അപ്പം നമുക്കൊന്ന് കാണിക്കാം. ഇവിടെ ഈ ചട്നി പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ പുതിയ വന്ന. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കഴിക്കാതിരിക്കും അത് വേണ്ട കേട്ടോ. ഇത് ശരിക്കും രസമൊക്കെ ഉണ്ട്. ഇതൊക്കെ വന്നിട്ട് വായിലൊക്കെ വെള്ളമൊക്കെ വരുന്നു. ഇത് ശരിക്കും രസമൊക്കെ ഉണ്ട്. കുറേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഏറ്റെടുത്ത സാധനമാണ് ഇയാളത്. ഓൻ്റെ അഭിപ്രായത്തിൽ വലിയ രസമൊന്നുമില്ലാന്ന്. പക്ഷെ എനിക്ക് ഇന്നാളത്തെക്കാളും ഒക്കെ ഇത് ഇപ്പം ഇഷ്ടമായി. ഈ സാധനം വന്നേക്ക് ചട്നി ഇങ്ങനെ തിരിച്ചിട്ടൊക്കെ പോയി. ഓക്കെ, മുന്നത്തേക്കാളും ബെറ്റർ എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനേക്കാളും എത്രയോ ബെറ്റർ അല്ലേ അസ്ലം ചിക്കൻ? അസ്ലം ചിക്കൻ ബട്ടറിൽ ഇങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇങ്ങനെ തിന്നലേ. അതെന്താ കാണിച്ചു തരാം കേട്ടോ. അത് തിന്നണ്ട് നമ്മൾ. അപ്പൊ നമുക്ക് ആദ്യം ഇത് കഴിക്കാം. ഞാൻ ഇങ്ങനെ തിന്നണം. നിങ്ങൾ കാണണ്ടേ? പാവണ്ട് ശരി. ഇതെങ്ങനെയുണ്ട് ടേസ്റ്റ്? പറ ശരി. നല്ല പുളി ചാട്ട് മസാല ഇട്ട് ഇങ്ങനെ പെരക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഡ്രൈ ഫ്രൈയും നല്ല ഉപ്പും എരിവൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര എരിവും പുളിയും അങ്ങനത്തെ ഒരു ഫീലാണ്. മെയിൻലി ചാട്ട് മസാല, നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ബഡ്സ്. അതിൻ്റെ പീസ. നമ്മൾ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. നമ്മൾ അസ്ലം ചിക്കനൊക്കെ കഴിക്കണം കരുതിയത്. പക്ഷെ നമ്മളെ പ്ലാനൊക്കെ ക്യാൻസലാക്കി. കാരണം ഇനി സ്ഥലമല്ല. അപ്പം നമ്മൾ ഡെസേർട്ട് ഷാഹി തുക്കട കഴിക്കും. നമ്മൾ പോയേക്ക് ഇവിടെ ഒന്നും ഇത്ര തിരക്കുണ്ടായില്ല. ഇപ്പം എന്ത് തിരക്കാ നോക്ക്. ഇവിടെ നിന്നല്ലേ നമ്മൾ ഫുഡ് കഴിച്ച്. ഇവിടെ നിന്നാട്ട് നമ്മൾ ഫുഡ് കഴിച്ച് അങ്ങോട്ട് പോകണം കരുതിയത് നമ്മൾ ക്യാൻസലാക്കി. ഈ ഫോണും ഇതൊക്കെ നേരെ നോക്കണം, അല്ലെങ്കിൽ ഇപ്പം അതൊക്കെ അടിച്ചു പോകും. ദിസ് ഈസ് ഡേറ്റി ഗൈസ്. ശരി, ഇതവിടെ നോക്ക്. പാവം വ്ളോഗേഴ്സിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരവസ്ഥയില്ലേ. അന്ന് ഞാൻ കൊറേ മാറ്റം കാത്തുന്നില്ലേ, നീ ഇന്നെ കാത്തൊക്കെ. നല്ലൊരു കാര്യമാട്ടോ. അവിടെ കണ്ടോ, ആൾക്കാർക്കൊക്കെ ഫ്രീ ഫുഡ് കൊടുക്കും. പൈസ ഇല്ലാത്തവർക്കൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കും. ഇപ്പൊ ഇനി ഇവിടെ കൂടെ ഒക്കെ കുറെ ഷാഹി തുക്കടന്റെ കടകൾ കാണും ഈ ഫുഡ് സ്ട്രീറ്റില്ലേ. പക്ഷെ ഇവിടെ നല്ല കഴിക്കണ്ടേ. പുറത്ത് ഒരു ഷാഹി തുക്കടന്റെ കട ഉണ്ട്, അവിടുത്തെ നല്ല ടേസ്റ്റ്. പിന്നെ അവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് ഖുറൈശി കബാബ്. ഖുറൈശി മട്ട കബാബ്, ബീഫ് കബാബ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഇതോടെ ഉള്ളൂട്ടോ കഴിച്ചിരിക്കണത്. പിന്നെ എന്തൊക്കെ കുറെ ഉണ്ട്, പക്ഷെ അതൊന്നും അത്ര ഫേമസ് അല്ല. പിന്നെ ഇനി ആർക്കും അറിയാത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. കുറെ ആൾക്കാർക്ക് പണി കിട്ടിയിട്ടോ. ഖുറൈശി കബാബ് കഴിച്ചിട്ട് വയ്യാണ്ട് അവർക്ക് ചെയ്തോക്കണോ. പിന്നെ നാളെ ഫേവറേറ്റാ. എനിക്കും ഇഷ്ടമാണത്. എടാ കുനാഫ് ഉണ്ടടാ. ആടാ, എനിക്ക് അന്ന് കുനാഫ് ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയതായിരുന്നു. എന്നിട്ട് ഞാൻ അതിന്റെ റെസിപ്പി ഒക്കെ നോക്കിയത്. പക്ഷെ പിന്നെ കുക്കിംഗ് പ്ലാൻ ക്യാൻസൽ ആയി. ഒന്ന് കുനാഫ് ആക്കിയാലൊന്ന്. പക്ഷെ നമ്മുടെ അടുത്ത് അത്ര പൈസ ഒന്നുമില്ല. അപ്പൊ നമുക്ക് വേറെ ഞങ്ങൾ കുനാഫ തിന്നാണല്ലോ. ഞങ്ങള് പൈസ ഇല്ലാത്തോണ്ട് ഷായി തുക്കട തിന്നാൻ പോയതായിരുന്നു. അങ്ങനെ കൂളാണ് ഞങ്ങളെ ഫ്രണ്ടിലെ റോഷന്. ഓനക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല, ഓനക്കും ഇൻകോ കിട്ടിയേക്കണേ. അപ്പോൾ
ആ അപ്പൊ ഓന് ഞങ്ങൾക്ക് കുനാഫ തിന്നാനുള്ള പൈസ സ്പോൺസർ ചെയ്തു. എനിക്കിപ്പോ എടുക്കാൻ പറ്റൂല, എന്റെ നാട്ടിൽ തക്കവണ. അപ്പം ബ്രോക്കായി നിൽക്കണം. അപ്പൊ ഓന് ഞങ്ങൾക്ക് കുനാഫ തിന്നാൻ പൈസ. ഏത് മൂട് പൊളി മൂട് പക്ഷെ നിക്കണതൊക്കെ പക്ഷെ സെറ്റപ്പ് ഷോപ്പാട്ടോ. രാഹുൽ ഗാന്ധി ഒക്കെ വന്ന് കയറിയ ഷോപ്പാണ്. കുനാഫ ഇവിടെ കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡില് അത്ര അടിപൊളി കുനാഫ കഴിച്ചിട്ടൊന്നുമില്ല. എന്റെ ഫസ്റ്റ് ടൈം ഇവിടുന്ന് മുന്നാഫായിരിക്കും പുറത്തുനിന്ന് കഴിച്ചു. നമ്മളിതൊക്കെ കഴിച്ചു. ഇപ്പം നമ്മളൊരു മൊഹബത്ത് സർബത്ത് ഓർഡർ ചെയ്തു. പക്ഷേ ഇത് ഇവിടുത്തെ വലിയ ടേസ്റ്റ് അല്ല. നാട്ടിൽ കുടിച്ചോട്ട് എത്ര രസം ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഷാഹിദുക്കട കൂടെ കഴിക്കണം എന്നുണ്ട്. പക്ഷെ മധുരം തിന്ന് മത്ത പറയില്ല. പക്ഷെ ഞങ്ങൾ റോഷന് പാക്ക് ചെയ്യണം കരുതുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയണ്ട അറിയില്ല. പക്ഷേ क्या बोलना है बताओ इसका क्या? हिंदी में क्या बोलता है वाटरमेलन को? वाटरमेलन को हिंदी में मुझे नहीं पता. वाटरमेलन को वाटरमेलन ही बोलता है. हाँ भैया ഇതാണ് എന്ത് പറഞ്ഞടാ? ആരെന്തോ പേര് പറഞ്ഞേ? എന്തിനാ പേര് പറഞ്ഞേ? റിബിയോ എന്തിനാ പേര്? ഞാൻ എന്തോ ഒരു കുട്ടീനെ നല്ല രസമുള്ള ഒരു പേര് പറഞ്ഞിട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ നല്ല രസമുള്ള പേര് എന്ന് പറഞ്ഞേക്ക് ശരി പറഞ്ഞു. അപ്പൊ ഈ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ പേരിടരുത്, പാവം ഉണ്ടാവും എന്റെ കുട്ടി, ഇങ്ങനത്തെ പേരൊക്കെ ഇടപെടണേ പറഞ്ഞിട്ടോ. അതിലെ പറഞ്ഞു എന്റെ കുട്ടിക്ക് പേര് സഹിച്ചാ പോലെ എന്റെ കുട്ടിക്ക് തന്തേ പാളിപ്പോയി. ഒരു കോമഡി വർക്കായില്ല, പാളിപ്പോയി കൈ. ചിലതൊക്കെ ഇങ്ങനെ പാടും, ചിലതൊക്കെ നമ്മൾ കരുത് ഭയങ്കര കോമഡി. പക്ഷെ പറഞ്ഞൊരു 10 രസം ഉണ്ടാവില്ല. അങ്ങനെ നല്ലൊരു കോമഡി ഇപ്പൊ പാളിയതാ. ഇവിടെ കോമഡി എന്താ വെച്ചാൽ ഇവിടെ തന്നെ പറയും പക്ഷെ ഉണ്ടല്ലോ ഭയങ്കര ചളിയാണെങ്കിൽ എല്ലാവരും ചിരിക്കലുണ്ട്. എന്നിട്ട് ഇവരൊക്കെ പറയും അഫി ഇങ്ങനെയാണോ അത് എന്നൊക്കെ പറയും. പക്ഷെ ഇവരൊക്കെ ചിരിക്കും. തമാശ പറഞ്ഞാൽ അതിനാണോ എല്ലാവരും ചുരുക്കാനുള്ളത്, അല്ലാണ്ട് ഇങ്ങനെ സെൻസ് ഉണ്ടാക്കാനുള്ളതല്ല. തമാശക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അങ്ങനെ എല്ലാ തമാശക്കും സ്റ്റാൻഡേർഡ് ഉണ്ടാവണമെന്നൊന്നും ചില തമാശക്ക് അങ്ങനെ. ഇതാട്ടോ ഷാഹിദുക്കട. അങ്ങനെ കറുത്ത ഗുലാബ് ജാമുൻ, മൊഹബത്ത് കാ സറോബത്ത്. നോക്ക് ഈ ഗുലാബ് ജാമുന്, കാല ഗുലാബ് ജാമുൻ. നോക്ക് ഗൈസ്, നോക്ക് ഇത്രയും കിവിക്ക് ആകെ 100 രൂപ ഉള്ളൂ ഇവിടെ ജമാ മസ്ജിദില്. ഇതിന് 100 രൂപ, ഇതിനൊക്കെ ഇതിന് 100 രൂപ. ഈ സ്ട്രോബെറി ഒക്കെ കണ്ടില്ലേ, നല്ല സ്ട്രോബെറിയാണ്. ഇതിനൊക്കെ 40 രൂപ ഉള്ളൂ ഇവിടെ ഫ്രൂട്ട്സിനൊക്കെ നല്ല വില കുറവാ. സ്ട്രോബെറി അല്ലെങ്കിലും ഡൽഹി വില കുറവാ. അങ്ങനെ പക്ഷെ നമ്മളടുത്ത് അത്രയും പൈസ അല്ല, അപ്പൊ പിന്നെ നമുക്ക് പോവാം. ये 50 के लिए दे सकते हो? ये 50 का आता है. हाँ नहीं भैया, पैसा होगा तो आएगा. ഭയ്യ പൈസ അല്ല പറഞ്ഞിട്ട് ഭയ്യ ഇത് 70 രൂപക്ക് തന്നു. താങ്ക് യു ഭയ്യ. വളരെ നല്ല ഒരു ഡീലായിരുന്നു. അത് ഇവിടെ ഒക്കെ അങ്ങനെ, ഇവിടെ ഒക്കെ വണ്ടി സ്പീഡിൽ പോകും ചെറിയ ചെറിയ വൈക്കൂടെ. പക്ഷെ ഓരോന്നും കുത്തൂല. അന്ന് അതിന്റെ ഒരു നാക്ക. മരിക്കൊന്നുമില്ല. ഇനി നമ്മള് ഷാഹിദുക്കടന്റെ ഒറിജിനൽ സ്പോട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഷാഹിദുക്കടന്റെ ഒറിജിനൽ കട. ഇതാ ഈ പയ്യനെ നോക്കി വന്നാ മതി. ഇതാണ് ഒറിജിനൽ. ഓക്കെ, ഇത് നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ അപ്പുറത്ത് തന്നെ ഉള്ളിൽ കൂടി പോയിട്ടാണ് ഖുറൈശി കബാബ്. അതും നല്ല അടിപൊളി കബാബാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് വന്നിട്ട് കഴിക്കാം. ഇത് കോഴിക്കുട്ടി 10 രൂപക്ക് കോളേജിലൊക്കെ ഉണ്ടാവാ. ഇപ്പത്തിന് തന്നെ കുട്ടി നമുക്ക് റിയാലിറ്റി ചെക്ക് തന്ന് കയ്യമ്മ അപ്പിട്ടിട്ടുണ്ട്. ക്യൂട്ട് അപ്പ്, വൈറ്റ് കളർ. ഫാത്തിമ ബീവിക്ക് തണുത്തിട്ട് ഇരിക്കാണ്. അപ്പൊ നമ്മള് തിരിച്ച് മയൂറിഹാർ എത്തിയിട്ടുണ്ട്. കോഴിക്കുട്ടി കൂടെ. കോഴിക്കുട്ടിക്ക് നേരായിട്ട് പേരൊന്നും ഇട്ടിട്ടില്ല, പേരൊക്കെ ഇടണം.
ഇത് ഇതിന്റെ ഒരു ഗള്ളിയത്തെ ഒരു ഫ്രണ്ട് ഉണ്ട്, ചോട്ടി പറഞ്ഞിട്ട്, ചെറിയ മോള. ഓളക്ക് ഞാൻ കരുതിയിരുന്ന ഞാൻ കോളേജിലേക്കൊക്കെ പോകുമ്പോ ഇടയ്ക്ക് ചോട്ടിന്റെ അടുത്ത് കോയിനെ നോക്കാൻ കൊടുക്കാന്നൊക്കെ ഉള്ളതിൽ വേഗം വന്നിട്ട് ചോട്ടിക്ക് കോയിനെ കാണിച്ചു കൊടുത്തത് ചോട്ടി ആർക്കൊറ്റ ഓട്ട. അഫ്ന എന്നോട് ഞാൻ വീട്ടിൽ വിളിച്ച് കോയിനെ കാട്ടി കൊടുത്തേക്ക് എന്റെ അനിയത്തി അഫ്ന എന്താ പറയണേ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ദീദിന്റെ സ്റ്റോറിയിൽ ഒരു ഷവായാണ്. ഇതിന്റെ ഗള്ളിത്തെ എന്റെ ചെക്കനാട്ടോ ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, മെല്ലെ നോക്കി സൈഡിലിട്ടോ. അതൊക്കെ ചെക്കണ്ടോ വീഡിയോ ഒക്കെ നോക്കണേ, അത് ഓന്റെ ചെക്കനാ. ഞാൻ ഫസ്റ്റ് ഇയറിൽ വന്നേക്കാളും അല്ല കേട്ടോ, പാവാണോ അവന്, ഭയങ്കര പവന. ഇവിടെ ആർക്കും ഡൽഹിയിൽ ആരും ഞാൻ നോക്കൂ ഇതാക്കൊന്നുമില്ല കേട്ടോ, ഒരു ഐ കോണ്ടാക്റ്റും കൂടി ഞാൻ ആർക്കും കൊടുക്കൂല, അങ്ങനെ ഭയങ്കര പേടിയാണ് ഇവിടെ, ഒന്നും ഇതാക്കൂല. പക്ഷെ അവനൊരു പച്ച പാവ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു നല്ല പെരുമാറും, നല്ല രസമാണ്. അത് കരുതി ഞാൻ ഇടയ്ക്കൊക്കെ അറിയാം ഓനോട് നോക്കുന്നുണ്ടാവും, എന്നാലും ഞാൻ അവനെ നോക്കൊന്നുമില്ല, വെറുതെ ചാടിട്ട് ഇങ്ങനെ നടക്കും. ഏത് അങ്ങനൊക്കെ അയ്യോ അങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ റൂമൊക്കെ നമുക്ക് റോഷൻ്റെ അടുത്ത് പോവാം. റോഷൻ്റെ ഫ്ലാറ്റ് പോവാം. റോഷൻ കോഴിക്കോട്ടിനെ കണ്ടു, റോഷൻ ഹാപ്പി ആവും, റോഷൻ ആളെടുത്ത് പൊരിക്കുന്നതാവും. അയ്യോ ഇതിൻ്റെ ഫ്രണ്ട്സാളൊക്കെ ഫ്ലാറ്റ് ഇവിടെ, ഈ ഗള്ളിയിൽ കുറേ ഫ്രണ്ട്സിൻ്റെ ഫ്ലാറ്റ് ഉണ്ട്. ഇതിൽ കൂടി പോയിട്ടാണ് എൻ്റെ ഫ്ലാറ്റ്. നിങ്ങൾക്ക് ഇനി ഞാൻ വയ്യൊന്നും കാണിച്ചു തരില്ല, ഇനി ആരെങ്കിലൊക്കെ വന്നാലോ. ഞാൻ വീടാ അപ്പെടുത്ത് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നം കണ്ടിട്ടോ, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഏതോ ഒരാൾ ഇന്നെ ഫോളോ ചെയ്യണത്, ഇന്നെ സ്പൈ ചെയ്തിട്ട് എൻ്റെ റൂമിലേക്കൊക്കെ ഡ്രോണൊക്കെ വിട്ടിട്ട് എൻ്റെ റൂമിലത്തൊക്കെ വിഷ്വൽസൊക്കെ ഇയാളിങ്ങനെ പുറത്ത് വിടടാ, അഫ്നക്കൊക്കെ വിട്ടെടുക്കുക, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം എൻ്റെ എല്ലാ ഡീറ്റെയിൽസ്. എന്നിട്ട് നമ്മൾ രണ്ടാളും അയാൾ വിടണ ഡ്രോണ് വെടിവെച്ചിട്ട് കൊല്ലണേ. ഡ്രോണിനെ കൊല്ലല്ല, ഡ്രോണെ നശിപ്പിക്കണം. അങ്ങനെ കണ്ടിട്ട് റോഷൻ നമുക്ക് നേരെ അവന് കയറ്റിയാലോ. എല്ലാവർക്കും കുറച്ചും കൂടെ അങ്ങോട്ട് വലുതാവട്ടെ. അതൊക്കെ പോവുണ്ട്. ചിക്കതിന് എത്ര 10 റുപ്യ. അയ്യോ അങ്ങനെ തിരിച്ച് റൂമൊക്കെ എത്തി. ഇതിന് നിൽക്കാനുള്ള വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കണം. അപ്പം അത്രേ ഉള്ളൂ, എനിക്ക് വ്ളോഗ് എടുക്കാനൊന്നും വയ്യ. ശരി, ബൈ ബൈ. ശരി, ബൈ ബൈ. ബൈ ബൈ. ഹായ്, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്നലെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് റോഷൻ്റെ റൂമിൽ പോയിട്ട് നമ്മളെല്ലാവരും കൂടെ കിവിയൊക്കെ വലിയ പുലിയിൽ 70 രൂപക്ക് കിട്ടിയത് അതൊക്കെ പറഞ്ഞ് മെയിനായി കിവിയൊക്കെ തുറന്നു നോക്കി. ആകെ 2 കിവിയാണ്, 6 കിവി ഉണ്ടായിരുന്നു. അതിൽ 2 കിവി മാത്രം നല്ല ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ കേടന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെടുത്തേക്ക് വലുത് നോക്കി എടുത്തല്ലേന്ന്. അപ്പോൾ ഇതായതേക്കാൻ ഇതിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇതാക്കുമ്പോണ്ട് ഞാൻ ചൂസ് ചെയ്തിരുന്ന പെട്ടിയില്ലേ, ആ പെട്ടിൻ്റെ അടിയിൽ ഒരു വൈറ്റ് ഷീറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൽ ഞാൻ നോക്കുമ്പോൾ ട്രാൻസ്പാരൻ്റ് ചെയ്യുന്നു ഫുള്ള്. പക്ഷെ ഇന്നലെ ഞാനിവിടെ കൊടുന്ന ബോക്സിൻ്റെ അടിയിൽ ഒരു വൈറ്റ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു, അടി കാണാതിരിക്കാനുള്ള. ശരിക്കും ഫ്രൂട്ട്സിൻ്റെ അടിയിൽ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെടുത്ത ബോക്സ് അതല്ലേ, ഈ പയ്യെ മാറ്റിയിട്ട് കേടുന്ന കിവിൻ്റെ ബോക്സാണ് എനിക്ക് കവറിലിട്ട് തന്നെ. എന്ത് സാധനം, ഞാൻ നല്ല ഭയങ്കര പൊലിയിലായിരുന്നു. വയറോട് അറിയണത് ഞാൻ ഇനിങ്ങായിട്ട് വരണ്ടതൊക്കെ പറഞ്ഞു വലിയ ഇതിൽ പോകുന്നതായിരുന്നു. അത്ര പൈസ കുറവിലേക്ക് തന്നുകൊണ്ട് പറ്റിച്ചു. പിന്നെ സാഡ്. അപ്പോൾ ശരി, ബൈ.